കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ പോര് അറുതിയില്ലാതെ തുടരുന്നു. KS അനിൽകുമാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാൻ VC നിർദ്ദേശം നൽകി. രജിസ്ട്രാർ മുഖേന വരുന്ന ഫയലുകൾ അയക്കേണ്ട എന്നാണ് മോഹനൻ കുന്നുമലിന്റെ നിർദ്ദേശം. അനിൽകുമാറിന്റെ ID പുനഃസ്ഥാപിച്ച സാഹചര്യത്തിലാണ് VCയുടെ നടപടി. അതേസമയം VCയുടെ നിർദ്ദേശം മറികടന്ന് രജിസ്ട്രാർ ഓഫീസിൽ പ്രവേശിച്ച സംഭവത്തിൽ സെക്യൂരിറ്റി ഓഫീസർ VCക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, അക്ഷരാർത്ഥത്തിൽ അവിടെ ഒരു ഭരണസ്തംഭനം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വടംവലിയാണ് ഇരു കൂട്ടർക്കുമിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഈ പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്പസമയം മുമ്പാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിൻ്റെ ID പുനഃസ്ഥാപിച്ചത്. ഇതോടുകൂടി അദ്ദേഹത്തിന് സർവകലാശാലയിലെ ഈ ഫയലുകൾ പരിശോധിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത് പുനഃസ്ഥാപിച്ചതോടെയാണ് ഇപ്പോൾ മറ്റൊരു നീക്കത്തിലൂടെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ രംഗത്തെത്തിയിരിക്കുന്നത്. രജിസ്ട്രാർ KS അനിൽകുമാർ അയക്കുന്ന ഫയലുകളെല്ലാം തന്നെ മാറ്റിവെക്കാനാണ് ഇപ്പോൾ വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ മുഖേന വരുന്ന ഒരു ഫയലുകളും അയക്കേണ്ട എന്ന തീരുമാനവും അദ്ദേഹം സർവകലാശാല അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടെങ്കിൽ ഫയലുകൾ തനിക്ക് നേരിട്ട് അയക്കാൻ ജോയിന്റ് രജിസ്ട്രാർമാർക്ക് ഇതിനോടകം അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശം വീണ്ടും ജോയിന്റ് രജിസ്ട്രാർമാർക്ക് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. കൂടാതെ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ തന്നെ സർവകലാശാല വൈസ് ചാൻസലറുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തുകയും തൻ്റെ ഓഫീസിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ഓഫീസിൽ പ്രവേശിപ്പിക്കരുതെന്നും അനധികൃതമായ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും സെക്യൂരിറ്റി ഓഫീസർക്ക് വൈസ് ചാൻസലർ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം അപ്പാടെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ഓഫീസിൽ പ്രവേശിച്ചത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർ നിർദ്ദേശം ഓഫീസിൽ പ്രവേശിക്കരുതെന്ന VCയുടെ ഉത്തരവ് രജിസ്ട്രാറെ അറിയിച്ചെന്നും പക്ഷേ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ലെന്നുമാണ് സെക്യൂരിറ്റി ഓഫീസർ ഇപ്പോൾ വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം അറുതിയില്ലാതെ നീളുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എന്തായാലും വലിയൊരു ഭരണപ്രതിസന്ധി സർവകലാശാല നേരിടുന്നു. അതിനോടൊപ്പം തന്നെ ഇത് വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ കടക്കുകയാണ്. ലക്ഷ്മി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.